ഇവര് ചെയ്ത് ശരിയോ തെറ്റോ എന്ന് മാത്രം നമ്മളിപ്പോൾ നോക്കിയാൽ മതി. അവർ വീഡിയോ അങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സ്ഥലത്തുള്ള ഹിലായത്തുള്ള പറഞ്ഞിട്ടില്ല. ഒന്ന്, ഞാനിതിനോട് എതിർപ്പുള്ള മനുഷ്യനാണ്. ഒരു കാര്യം. വേറൊരു കാര്യം, ഈ നിലക്കാണ് ഇവരെ വരവെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. ചോദ്യം ചോദിക്കുന്ന അതിന് സമയത്ത് മറുപടി പറയാൻ ഒരാൾ വന്ന് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുന്നത് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങളെന്താ നിങ്ങളെ മറുപടി മുപ്പർ വായിച്ചോട്ടെ. മുപ്പർ വായിക്കുന്നല്ലേ പറഞ്ഞു. അല്ല, അതിന്റെ മുമ്പിൽ വായിക്കില്ല. നിങ്ങൾ എവിടുന്ന്? ഞങ്ങൾ വേറെ സ്ഥലത്ത്. എന്റെ മുമ്പിൽ വായിക്കില്ല. ഓക്കെ, ഞങ്ങൾ വേറെ സ്ഥലത്ത്. നിങ്ങൾ തമ്മിൽ എന്റെ മുമ്പിൽ ഒരു വാദപ്രവാദം നടത്തുന്നതാണ് ഞാൻ പറയും. ഞങ്ങളെ പോലുള്ള ആൾക്കാർ മൂപ്പരെടുത്ത് സംശയമായിട്ട് പോയതാണ്. കാരണം എല്ലാവരും വളരെ നല്ലത് തന്നെ. ഇതിലൊന്നും യാതൊരു അപകടവും ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അത് വ്യവസ്ഥാപിതമായ രൂപത്തിലായിരിക്കണം. നിങ്ങൾ ഇങ്ങനെ വ്യവസ്ഥാപിത പണ്ഡിതന്മാരെ കൊണ്ടുവന്നു, പണ്ഡിതന്മാരൊക്കെ കൊണ്ടുവരും. അതെ, അല്ല, ഞാൻ 2 പ്രാവശ്യം വന്നു. ഞങ്ങൾ ഇരുന്നു സംസാരിച്ചില്ലേ, വീട്ടിൽ സംസാരിച്ചിട്ട് പറഞ്ഞു ഇത് കിതാബ് നോക്കേണ്ട വിഷയമാണ്. ഞാൻ ചോദിച്ചപ്പം കിതാബ് നോക്കും. അങ്ങനെ പിന്നീട് 20 ദിവസത്തിന് ശേഷം ഇവിടെ സലഫിയിൽ കുത്തുബ്ഖാനയിൽ തന്നെ ഇവിടെ കിതാബുണ്ടതുകൊണ്ട് ഇവിടെ തന്നെ ചർച്ച ചെയ്യുന്നിട്ട് ഞാൻ രാത്രി വന്നു അല്ലേ. വന്നിട്ട് ഞങ്ങൾ ദീർഘനേരം സംസാരിച്ചിട്ട് മൂപ്പറ് ഈ ഇവരെല്ലാം സംസാരിച്ച് വേറൊരാളെ കൈമാറി. അന്ന് മൂപ്പറ് ആദ്യം പറഞ്ഞിട്ടൊന്നില്ല ഞാനോട്ട്. അവരെ കൊടുത്ത് അങ്ങനെ മൂപ്പറ് വായിച്ച് ലാസ്റ്റ് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞു വി ഹാവ് നോ ആൻസർ, യു ക്യാൻ ഗോ. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. അതിനുശേഷം ഈ അജ്മൽ എന്ന് പറഞ്ഞാല് 2 കോപ്പി തന്നില്ല എന്ന് പറഞ്ഞു. കിതാബിന്റെ കോപ്പി അന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ ഷമീദ് എന്ന് പറഞ്ഞ ഇവിടെ ഉള്ളൊരു കുട്ടിയുടെ വശം കൊടുത്തയച്ചു. അത് അജ്മൽ സ്വീകരിച്ചു, ഇയാളെ കൊടുത്തു. എന്നിട്ട് ഈ അജ്മൽ എന്ന് പറഞ്ഞ ആള് ഇയാളെ വിളിച്ചിട്ട് പറയുന്നു ഞങ്ങള് ഉത്തരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാഷയെ കൂട്ടി വരണം, എന്നെ കൂട്ടി വരണം. അത് അറിയാതെയാണ് അത് എന്നോട് ഇന്നാ പറയുന്നത്. അതിന് മുമ്പ് ഇയാളുമായിട്ട് ഞാൻ സംസാരിച്ച് ദിവസം ഫിക്സ് ചെയ്തു, ഇന്ന് വരാൻ പറഞ്ഞു. അപ്പൊ മൂപ്പർക്ക് അറിയാൻ എന്താണ് കിതാബ് കൊണ്ടാവര്, അന്ന് തന്നെ കിതാബ് കൊണ്ടാവുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ ഇബാറത്ത് വായിച്ചു. എന്നിട്ട് വി ഹാവ് നോ ആൻസർ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചാ ഇപ്പൊ പുതിയ എന്തോ കിട്ടിയിട്ടുണ്ടാവും, അന്നില്ലാത്ത തരം. അപ്പൊ നിങ്ങൾ തുമ്മേന്റെ മുമ്പ് എന്താണെന്ന് വായിച്ച് പറയുന്നതിൽ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലാണ്ട് ഞാനിന്ന് ലീവ് എടുത്താലേ മൂപ്പർ പറയണ്ടേ. ഓരോരുത്തർ ഇതൊരു തമാശ പരിപാടി ഒന്നുമില്ല. നമ്മൾ ജോലി ഒഴിവാക്കി നിങ്ങളൊരു കാര്യം വിഷയമാണല്ലോ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വലിയ വിഷയമൊന്നും വായിച്ചിട്ട് 2 പേര് വായിച്ചർത്ഥം വെച്ചു കൊടുക്കാൻ. അതെ, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ വളരെ അതിന്റെ എല്ലാ റെക്കമെൻഡോടുകൂടി വന്നതാണ്. ഇവിടെ എന്താണ് വ്യവസ്ഥ എന്താ കുറവുള്ളത്? നിങ്ങളുടെ കയ്യിൽ എന്താ കുറവുള്ളത്? അല്ല, നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ എന്നോട് പറയാം. അല്ല, ഇതിന്റെ ക്യാമറ ടാപ്പ് വേണമെങ്കിൽ ഇപ്പം തന്നെ ഞങ്ങൾ കോപ്പി എടുത്ത് തരും. ഞങ്ങൾ അതിന്റെ കുത്തി അതല്ല, ഇങ്ങനെ വരുമ്പോ എന്റെ അധ്യക്ഷതയിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നു. അല്ല, നിങ്ങളത് കിതാബ് ഇവിടെ ഉണ്ട്, ആളുകൾ ഇവിടെ ഉണ്ട്, ക്യാമറ ഞങ്ങളെ തന്നെ, ഞങ്ങൾ അതിന്റെ കോപ്പി ഇപ്പം തന്നെ ഞങ്ങൾ കൂടെ അതൊരു വിഷയമാണ്. നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു വിഷയം നേരിടാൻ പറഞ്ഞതായി മുമ്പ് അറിയില്ലേ? അറിയാം. അതിന് നിങ്ങൾക്കൊരു മറുപടിയും ഇല്ലേ? അതിന് മറുപടി പറയാലോ. അതിനുള്ള ചോദ്യം നിങ്ങൾ ആ രൂപത്തിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല. അതിനിപ്പോ ഏത് ചെറിയക്കാരനാണ് വീട്ടിലാന്ന് ചോദിച്ചാൽ എപ്പോഴും ചോദിച്ചാൽ പറയേണ്ടുന്ന വിഷയങ്ങളൊക്കെ ശരിയാണ്. ഞാനങ്ങനെ ചോദ്യം ചോദിക്കണമെങ്കിൽ ഞാൻ ഒരു കക്ഷിയായി വരണം. ഞാൻ ഇപ്പോഴും കക്ഷിയല്ല. അദ്ദേഹത്തോട് ചോദിക്കാതെന്നല്ലേ? അതെ, ഈ വിഭാഗത്തില് നിങ്ങൾ എന്താണ് അഭിപ്രായം ശരിക്കുണ്ടോ ഇല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞാൽ ഇതൊന്ന് സംസാരിക്കാം. വേണ്ട, ഞാൻ കക്ഷിയല്ലാത്ത സംസാരിച്ചൂടാ. അല്ല, നമുക്ക് അങ്ങനെയല്ലല്ലോ. ആ സ്വഭാവത്തിൽ നിരീക്ഷിക്കാൻ പാടില്ല. ആ നിരീക്ഷണം തെറ്റാണ്. നമ്മൾ ഈ വിഷയത്തിൽ പോയിട്ട് കാണണ്ടല്ലോ. വളരെ മുസ്ലിമാണോ മുസ്ലിക്കാണോ, ഇമാമിങ്ങൾ മുസ്ലിമാണോ മുസ്ലിക്കാണോ? പറഞ്ഞോളൂ, നിങ്ങൾ വായിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾ
ഇതിനൊക്കെ മറുപടി പറയണം. ഞാൻ ഇന്ന് രാവിലെ ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ക്ലാസ്സിലാണ്, രാത്രി പറ്റുമെന്ന് ചോദിച്ചിട്ട് ഒന്നും പറ്റൂല, ഇപ്പൊ ഉച്ചക്ക് വരണം. ഞാൻ എന്നിട്ട് പരീക്ഷ എടുത്താ അതിന്റെ ഒരു ടെൻഷൻ. ഡോക്ടർ അങ്ങനെ എനിക്കിപ്പോ അല്ല, അത് നമ്മൾ തന്നു പ്രിന്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് പ്രിന്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഈ വിഷയം ഇതെടുത്തു മൗലവി, അതാണ് ഇപ്പൊ തന്നെ കേട്ടോ, ഇതായിരുന്നു മൗലവി. അതൊന്ന് വായിച്ചിട്ട് അതില് തൗഹീദിന് മുഖാലഫായിട്ട് എന്തെങ്കിലും അതിനെതിരായിട്ടുണ്ടോ അല്ല അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലേ. വഫാത്തിന് ശേഷമാണ് ഖബറിന്റെ അടുത്ത്, വഫാത്തിന് ശേഷമാണല്ലോ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് തവസ്സുലാക്കുന്നതും ശുപാർശ തേടുന്നതും തെറ്റല്ല എന്നാണോ? അല്ല അത് പഠിപ്പിച്ചവര്, അത് പഠിപ്പിച്ചത് ആള് മഹാനും കേട്ട് പഠിച്ച ആള് അതുകൊണ്ട് മഹാപാതകം ചെയ്തോളും മശരിക്കും കാഫിറാവുന്നതാണോ? എന്താണ് നിങ്ങളുടെ വാദം? ആ വൈരുദ്ധ്യം അതൊരു വലിയൊരു വിഷയമല്ലത്. അതാണ് നിങ്ങൾ മറുപടി പറയണ്ടേ. ഇവര് അവിടെ കക്ഷിയല്ലാന്ന് പറഞ്ഞ് പറഞ്ഞല്ലോ അതെ ഇമാം നബി റളിയല്ലാഹു അൻഹു അല്ല ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ പാടില്ല. അതിന് മുമ്പ് ഇപ്പൊ ഉറച്ചു നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ ഇമാം നബി ലഅനത്തുല്ലാഹി അലൈഹി എന്നാണ് പറയാൻ പാടില്ല. പറയണം. അവിടെ നമ്മുടെ സംശയങ്ങൾ മരിച്ചുപോയ ആളുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ തന്നെയാണോ ധരിക്കേണ്ടത്? മരിച്ചുപോയ ആളുകളെ ഞാൻ മുസ്ലിക്കാണ് കാഫിറാണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് സ്ഥാപിക്കുന്ന കാലത്തോളം സ്ഥാപിച്ചാൽ മാത്രമേ പറയുന്നില്ല. അല്ല, അത് നല്ല വാദമാണ് കൂടുതൽ പറയുന്നത്. എന്റെ ചോദ്യം, നമ്മൾ നബവി ഇമാമിന റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതോടൊപ്പം ഈ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് തഖരീബുൻ നബവിയും അതുപോലെ ശറഹ് മുസ്ലിമും ഒക്കെ പ്രാമാണിക ഗ്രന്ഥങ്ങളായി ഇപ്പോൾ അവലംബാക്കുന്നു, ഫത്ഹുൽ ബാരി അവലംബാക്കുന്നു. അപ്പൊ അവലംബമാക്കണമെങ്കിൽ ജുർഹ് തഅദീൽ എപ്പോൾ നടക്കുന്നതല്ലോ. ഇവിടെ ഇസ്ലാമിക മുസ്ലിം ലോകത്തൊന്നും അവലംബാക്കണമെങ്കിൽ അവര് ഈ ഇവിടെ തന്നെ എത്ര ആൾ ആരോപണം പറഞ്ഞിട്ടുണ്ട്. അയാൾ നിരീശ്വരവാദിയാണെന്ന്, സെയ്ഫിനെ പറ്റി ആരോപണം പറഞ്ഞു നീലുണ്ട്, അതുകൊണ്ട് അയാൾ സ്വീകാര്യനല്ലാന്ന് സലാം സുലൈമിന്റെ ബുക്കിലുണ്ട്. അപ്പൊ ഒരാൾ സ്വീകാര്യനാവണമെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും? നമ്മൾ അവരുടെ ഈ ഉള്ളും പുറവും അറിയേണ്ടി വരും. അവിടെ നമ്മൾ നിരൂപണം നടത്തേണ്ടി വരും. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇമാമിയങ്ങള് നമ്മുടെ ദീനിൽ ഹുജ്ജത്തായിട്ടാണുള്ളത്. അപ്പൊ ഹുജ്ജിയത്ത് എന്നുള്ള അശറഫ് അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ യാതൊരു ന്യൂനത അവർക്ക് ഉണ്ടാവരുത്. അതാണ് നിങ്ങൾ സ്ഥാപിക്കേണ്ടത്. അല്ലാതെ ആർക്കോ റഹ്മത്തുള്ളാഹി അലൈഹി പറയാവുന്നല്ല ഹുജ്ജത്ത്. ഇവര് നിങ്ങളിപ്പോ കാലം നസായിന്നൊക്കെ ഈ ഇവർ പറയുന്നവര് അങ്ങനെ തന്നെ ഉദ്ധരിക്കാണ്. നസായി ഇമാമിനെ ഒരു കണ്ടിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. റഹബി പറയുന്ന ഉദ്ധരിക്കാം. റഹബീന്റെ ശക്തിയാത്ത് റഹബീന്റെ ഒക്കെ ഇത് മുഴുവൻ വഹബി എഴുതി സിയറിൽ എഴുതി വെച്ച ഇസ്തിയാസിന്റെ ഹൗസിലും ഈ ഖബറിന്റെ അടുത്ത് പോയി ബർക്കത്തെടുക്കലോ അംഗീകരിച്ചുകൊണ്ട് മദ്ഹായിട്ട് എഴുതി വെച്ചതാ. അതുപോലെ ഇബ്നു കസീർ അതിൽപ്പെട്ട ഒന്നാണ്. കൂടി ചർച്ച നമ്മളിപ്പോ എല്ലാ വിഷയവും കൂടി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ഇതൊന്നും എന്താ നിങ്ങൾ മറുപടി പറയുന്നു പറഞ്ഞതാണ്. നിങ്ങൾ മറുപടി പറയണം. ഓക്കെ, നിങ്ങൾക്ക് അവസരം. അതായത് ചോദിക്കുന്നത് ഈ ചോദ്യം മാത്രമാണ്. ബാക്കി ചോദ്യം നമ്മൾക്ക് പറയും. ഇമാമിന്റെ ഇതിലുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പറയാനില്ല. ആ വാചകത്തെ പറ്റി ഈ വാചകത്തിൽ തവസ്സുൽ ചെയ്യാന്ന് ഇമാം നബി പറഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥ വായിച്ച അയാൾ അർത്ഥം പറയാൻ ഞാൻ വായിച്ചപ്പോ അയാൾ അർത്ഥം പറയാന്ന് പറഞ്ഞു. അയാൾ വായിക്കട്ടെ, ഇല്ലെങ്കിൽ അയാൾ പറഞ്ഞാൽ കഴിഞ്ഞല്ലോ അത് പ്രശ്നം. അയാൾ ഇപ്പൊ അത് വായിച്ചിട്ട് അത് അതിന്റെ അറബി വ്യാകരണ പ്രകാരം എങ്ങനെ അർത്ഥം വരും, ആ അർത്ഥം പറയാം. മുഴുവല്ലേ മതിനല്ലേ എന്നാലും തന്നെ ഞാനിങ്ങനെ ഇതിൽ ബാത്റൂം വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യം കക്ഷിയായിട്ട് എന്തെങ്കിലും നിങ്ങൾ പറയും.